ഏതോ പയ്യന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോയി. തട്ടുകടയിലെ ദോശയും നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും കഴിച്ചാലോ. ഹേ ഗായ്സ്, ഇന്നാണ് ഓണാഘോഷത്തിന്റെ ഫൈനൽ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ടൈമിൽ എന്തായാലും ട്രിവാൻഡ്രത്തോട്ട് അടുക്കാൻ പറ്റൂല. സോ ഞാൻ വന്നതേ ഇല്ല. ഇപ്പോൾ ടൈം 9 മണിയായി. ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പോണ വഴിക്ക് ശിവേനൊന്ന് പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് മാനവീയത്വമൊക്കെ ചിലപ്പോൾ പോവും. അവിടെയൊക്കെ പോയി ഒന്ന് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ബാക്കി എന്താണെന്നുള്ളത് ശിവേൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ശിവ ഇപ്പം എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. ശിവേനെ പിക്ക് ചെയ്തിട്ടുണ്ട്. എടാ തുറക്കണം അങ്ങോട്ട്. അപ്പോൾ നമ്മളിനി എങ്ങോട്ട് പോകുന്ന? എങ്ങോട്ടെങ്കിലും പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലോക്കില്ലാത്ത ഇടത്തോട്ട് നോക്കി പോവാം. ഇപ്പൊ മാനവീയം പോയാലോ? അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. മാനവീയം പോയാലോ? ഓക്കെ. അയ്യോ കഴിഞ്ഞാണല്ലോ. കനാകുന്ന് പോകാൻ പറ്റുമോ? അവിടെ പരിപാടി തുടങ്ങിയാണ്. ഇപ്പൊ വന്നപ്പോഴേ ബ്ലോക്ക്. നമ്മള് വണ്ടി മ്യൂസിയത്തിന്റെ അവിടെ വെച്ചിട്ട് നടന്നു പോകാന്ന് വിചാരിച്ചു. ഭയങ്കര തിരക്കാണ്. ബാക്കിലേക്ക് കണ്ടോ? അപ്പം ഹാർലിയിലും കൂടെ ആയതുകൊണ്ട് തിളയ്ക്കും. എല്ലായിടും അവിടെ തിളച്ച് കയറുന്നല്ലേ. ഷൂസ് ഉരുവി. അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഭയങ്കര തിരക്കാട്ടാ. ഫുള്ള് ബ്ലോക്കാണ് ഇവിടെയൊക്കെ. നമ്മളെ വണ്ടി അവിടെ വെച്ചത് എന്തായാലും നന്നായി. ഇങ്ങോട്ട് വണ്ടിയൊന്നും വിടത്തില്ല. ഇവിടെ എല്ലാം വണ്ടി ബ്ലോക്ക് ചെയ്ത് താഴോട്ടൊക്കെ വിടുകയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മളെ വണ്ടി അവിടെ വെച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്ന മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം. ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പോയി കാണാം. ഇനി 10 മണിയായി ഗൈസ്. നല്ല തിരക്കുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് കപ്പലണ്ടി മേടിക്കാം. താങ്ക് യു. പഴയതാ? ഇത് നോക്കണേ എൻ്റെ പൊന്നോ, എന്തൊരാളടാ ഈ. ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മളിപ്പോഴാണ് വന്ന. അത് സാധനം അത് കാണിക്കണോ? ഇവിടെ എന്തോ സംഭവം നമുക്കത് കയറി നോക്കാം. ഗോസ്റ്റ് ഹൗസ്. ഇത് എത്ര ഏട്ടാ? 60? 2 ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. നേരെ ഉള്ളിലോട്ട് പോവാം. ഡാർക്ക് വൈബ് എന്റർടൈൻമെന്റ്. എടാ നീ ഫ്രണ്ടേ പോ. ഇതൊന്നും കാണാൻ വയ്യ. എന്റെ പള്ളി വാടാ. ഇതെന്തുവാണ് ഇത്? ഇതെന്തിനാ പേടിക്കണുണ്ട്? വിളിച്ചോണ്ടോ? എനിക്ക് പേടിയാണ്. എന്നെ കാലം പേടിപ്പിച്ച ഐഡി വാങ്ങി. ബ്രോ എന്തെങ്കിലും പറ, ഒരു എക്സ്പെക്ടേഷൻ വയ്ക്ക. ഇത്രേ ഉള്ള. ഫ്രണ്ട് ആളുണ്ട്, കുഴപ്പമില്ല. ഒന്ന് നോക്കാതെ തല കൊണ്ട് അടിച്ചു പൊടിച്ചോളോ. ഫ്രണ്ടിൽ അങ്ങനെ എടുത്ത. ചേച്ചി ഗൈസ്, ഇതൊന്നും അറിയാൻ വയ്യ. ഗൈസ്, ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതെന്തോന്ന് പറയാ, ഒരു പറ്റിച്ച നമ്മളാ. ഇതിനാണ് 60 രൂപ. ഇതിലിവിടെ ആരെങ്കിലും ഒരാൾ നിന്ന് പേടിപ്പിച്ചാൽ മതിയായിരുന്നു. ആണോ ഒരു ചേച്ചി കിടക്കണം. അത് ഒറിജിനൽ ചാട്ടറാണ്ടാ. എടാ നിങ്ങളെ കാര്യമാണ് പറയാ. അനങ്ങണ്ട.
ഇതൊക്കെ പറ്റിപ്പ്. അടാ ചിരിപ്പിക്കലടാ. ഹായ് ചേച്ചി എണിക്കൂലേ? അയ്യേ ഇത്രയുള്ള ഇവിടെ പറ്റി കയറല് പറ്റിച്ചടാ ഗൈസ്. ഒരു ഭാഗമില്ല, വെറുതെ അതിനകത്ത് പോയി. ഏറ്റവും വലിയ പേടിയുള്ള നൃത്തം പോലും അവിടെ പോയിരുന്ന് ചിരിക്കണ്. 120 രൂപ വെറുതെ കളഞ്ഞു ഈ കോപ്പിൽ കയറിയിട്ട്. ഇതുമാര് തുടക്കത്തിൽ തന്നെ തിരിച്ചോടി വന്ന ടീംസ് കോമഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പ്രയാസം അവിടെ ഒരു ചേട്ടായിരുന്നു കയ്യാണ്. അവിടെ മേപ്പാടായിരുന്നു കയ്യേരണം. മഹാബോറ് വെറുതെ 120 രൂപ വെറുതെ കളഞ്ഞ് ഒരു കാര്യമില്ലായിരുന്നു. അയ്യേ അതാ പേടിപ്പിക്കാൻ വേണ്ട ബൊമ്മകള് കണ്ടോ? റീൽസിൽ കാണുമ്പോൾ ഒരു ഫോട്ടോ മറ്റേ കുപ്പിക്കകത്തിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാണ്. ഏത് പൊട്ടം ക്രിയേറ്റ് ചെയ്താലും മഹാബോറും. അവ ഇറങ്ങിയെങ്കിലും ഊഞ്ഞാലാടാം. അല്ല നിനക്ക് 11 മണിക്ക് പോണമെന്നൊക്കെ പറഞ്ഞോണ്ടാണ്. 11 അരയ്ക്കാൻ പറ്റൂല. ഇനി പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ 1 മണി ഫിക്സ്. വല്ലപ്പോഴും അല്ലടാ. വല്ലപ്പോഴും ഞാനും ജോലിക്ക് പോണോ? ഇപ്പൊ അവിടെ ഇതേപോലെ ലീവ് എടുക്കാറുണ്ടോ? പറ. ഇല്ല ഞാൻ പക്ക. അതെ പക്ക ഗൈസ്. അവിടെ എന്തോ സംഭവമുണ്ട്. കുറച്ച് പേര് ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് നേരം അവിടെ നിന്ന് പാട്ട് കേൾക്കാം. ഓക്കെ. അയ്യോ അറിയാതെ അറിയാതെ ഈ പവിഴവാതിങ്കളറിയാതെ അലയാൻ വാ ഈ പ്രണയ ഗർഭത്തിലമരാൻ ഇതൊരമരഗന്ധർവയാനം സംഗീത സല്ലാപം അലനൊറിയുമാശാരതീരം അതിലമൃതുപേയും ഈ ഏഴാം യാമം അറിയാതെ ഈ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ ഈ പ്രണയ ഗർഭത്തിനമരാൻ വാ. ഗൈസ് അപ്പോൾ ഇവിടത്തെ പാട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുവാണ്. ശിവ ആടല്ലടാ, ഞാൻ ആടാം. ആണീന അയ്യാ എടാ ഇത് ചരിഞ്ഞ് നടക്കണ്ടാ. ചരിഞ്ഞ് നടക്കണം. പൊക്കോ പോണാ. മതി അടിക്കും. അപ്പൊ എന്തൊക്കെയിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ചുമ്മാ എന്തെന്നറിയാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നിനക്ക് നാളെ ഓഫീസിൽ പോകാനല്ലേ? കുഴപ്പമില്ല. നമ്മളിവിടെ ചുമ്മാ. ഇനി അങ്ങോട്ട് പോവാം. ഫുഡ് അവിടെ പോയി കഴിക്കാം. മാനവീയം പോവാം. ഓ ഗൈസ് അത് കൊള്ളാല്ലേ. കഥകളി. ഇനി നമ്മൾ മാനവീയത്തിലോട്ട് പോകാൻ പോവാണ്. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ തിരക്ക് കുറഞ്ഞിട്ടില്ല.
വണ്ടി എടുത്തിട്ട് പോക്ക് നടക്കില്ല, നടക്കുക തന്നെ വേണം. എടാ ഇനി നടക്കണോടെ അങ്ങോട്ടും വരാം. അല്ല ഇപ്പൊ തിരക്ക് കുറഞ്ഞു തോന്നുന്നു. തിരിച്ചു വന്നിട്ട് വണ്ടി വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അത് ശരിയാണ്. ആ ഇവിടെ ലൈറ്റിങ് അടിപൊളി. അങ്ങനെ നമ്മൾ മാനവീയ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും പാട്ട് തന്നെ. ഇവിടെയും കുറെ ചേട്ടന്മാര് കൂടിയിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കണം. സംഗീത കുടുംബം. നമുക്കിനി ഇവരെ കുറച്ച് വീഡിയോസ് എടുക്കാം. മാത്രമുണ്ട്, കൂട്ടങ്ങളെല്ലാം പോകുന്നത്. ഏതോ പയ്യന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോയി. ഗൈസ് നീ ഇവിടെ അടിപൊളി തന്നെ കേട്ടോ, ഭയങ്കര ആളിന്ന്. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ നല്ല കഴിക്കുന്നത്. ഇവിടെ നിന്നൊരു കൊക്കക്കോള മേടിച്ചിട്ട് അപ്പുറത്തെ ഒരു തട്ടുകടയുണ്ട്, അവിടെ നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കഴിക്കാം. ഫ്രൈ ഏതാ വേറെ തന്നെ? ഫിഷ് ഏത്? എവിടെ അങ്ങോട്ട് അങ്ങോട്ടോടാ. ചൂട അയല ഫ്രൈ. ഓക്കെ, ഇതെങ്ങനെ അയല എങ്ങനെയാട്ടാ? ഈ അയല 120. ചേട്ടാ ഒരു ഫ്രൈയും ഒരു ഫുള്ളും പിന്നെ ഒരു സെറ്റ് ദോശയും ഒരു പുട്ടും കഴിക്കാം. ഗൈസ് അവിടെ ഏകദേശം എല്ലാം കഴിഞ്ഞ്, ചമ്മന്തിയൊന്നുമില്ല. ഇവിടെ നമ്മൾ 4-5 വന്നിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ള പുട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. മട്ടൺ ചിക്കൻ ചില്ലി. ഓ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ചിക്കൻ പെരട്ട്, ചിക്കൻ നാടൻ കോഴി, മപ്പാസ്, ചില്ലി. ഇതെന്തോ താറാവ് വേണോടാ? തോരൻ, ചിക്കൻ തോരൻ, ഫ്രൈ, ചിക്കൻ ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ എങ്ങനെയാ? ഫുള്ള് 250. ആന്ധ്ര ദോശ. ഗൈസ് പുട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദോശ മതിയെന്ന് ഇവിടെ. നമ്മളൊരു ബീഫ് ഫ്രൈയും ഒരു ചിക്കൻ ഫ്രൈയും പറയാമെന്നാ. ഒരു ഹാഫ് ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു ഹാഫ് ബീഫും 2 സെറ്റ് ദോശ. ദോശ, ആ ബീഫ്, ആ ഫ്രൈ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ എത്ര മണി ഉണ്ട് ചേട്ടാ? 2:30. നമ്മളിനി റീലിൻ്റെ ഷൂട്ടൂടെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ശിവേനെ കൊണ്ട് അവിടെ ആക്കി. അപ്പോൾ ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ കാണാം.